Enzyme catalysis. We know enzymes are complex nitrogenous organic substances produced by living plants and animals. പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കോംപ്ലക്സ് നൈട്രോജീനസ് ഓർഗാനിക് സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. ഈ എൻസൈംസിനെ നമ്മൾ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് കൂടി വിളിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് large number of chemical reactions which occur in the bodies of plants and animals to maintain the life process are catalyzed by enzymes. Biologically originated ആണ് enzymes. അതുപോലെ തന്നെ ബയോളജിക്കലി അല്ലെങ്കിൽ ലിവിങ് ബോഡിയിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് enzymes. So, enzymes are protein molecules with high molecular mass and the life processes are catalyzed by enzymes. And this phenomenon is known as biochemical catalysis. So, enzymes are used for biochemical catalysis in which the biological processes are catalyzed by the chemical substances which are produced inside the body, and these substances are called as enzymes. സാധാരണഗതിയിൽ ഓരോ ബയോളജിക്കൽ റിയാക്ഷനും ഒരു ഡിഫറെൻറ്റ് എൻസൈം ആവശ്യമായിട്ട് വരും. അതായത് ഒരു എൻസൈമിന് ഒരു പർട്ടിക്കുലർ ബയോളജിക്കൽ റിയാക്ഷനെ മാത്രമേ കാറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ലിവിങ് സെല്ലിൽ ഏകദേശം 3000 different kinds of enzymes present ആണ്. Okay, ഇനി നമുക്ക് ചില എക്സാമ്പിൾസിലോട്ട് പോവാം. Some of the examples of enzyme catalyzed reactions. First one is inversion of cane sugar. Cane sugar എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. ഈ സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയുന്നത്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഇൻവെർട്ടേസ് എന്ന എൻസൈമാണ്. ഇവിടെ ഇൻവെർട്ടേസിന് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാൻ സാധിക്കും. ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ മാത്രമേ ഇൻവെർട്ടേസ് ക്യാരി ഔട്ട് ചെയ്യുള്ളൂ. സോ എ സ്പെസിഫിക് എൻസൈം ഈസ് നീഡഡ് ഫോർ എവറി സ്പെസിഫിക് ബയോളജിക്കൽ റിയാക്ഷൻ. Another example is conversion of glucose to ethyl alcohol. ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോൾ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം സൈമേസ് ആണ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസും കൂടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൂക്രോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെർട്ടേസ് ഉപയോഗിക്കുന്നു. ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോളും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സൈമേസ് എന്ന എൻസൈം ഉപയോഗിക്കുന്നു. ഇനി സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ ഡയസ്റ്റേസ് ഉപയോഗിക്കുന്നു. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് മാൾട്ടേസ്. ദാറ്റ് മീൻസ് ഫോർ ഈച്ച് ആൻഡ് എവറി ബയോളജിക്കൽ പ്രോസസ് വി നീഡ് എ particular enzyme, and an enzyme can catalyze only one biological process. Next is characteristics of enzyme catalysis. Enzyme catalysis ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First one is enzyme catalysis or enzymes are highly efficient. Highly efficient എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് വളരെ കുറവ് ക്വാണ്ടിറ്റീസ് ഓഫ് എൻസൈം എടുത്താൽ പോലും അത് ഒരു പർട്ടിക്കുലർ റിയാക്ഷന്റെ സ്പീഡിനെ വളരെയധികം ഇൻക്രീസ് ചെയ്യും. അൺകാറ്റലൈസ്ഡ് റിയാക്ഷനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അറൌണ്ട് 10⁸ തൊട്ട് 10⁻20 ടൈംസ് വരെ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈവൻ ട്രേസസ് ഓഫ് എൻസൈംസ് ക്യാൻ ബി യൂസ്ഡ്. Then next one is highly specific. എൻസൈം ഹൈലി സ്പെസിഫിക് ആണ്. ഒരു പർട്ടിക്കുലർ എൻസൈമിന് ഒരു പർട്ടിക്കുലർ ബയോളജിക്കൽ റിയാക്ഷനെ മാത്രമേ കാറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നിൽ കൂടുതൽ ബയോളജിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഒരു എൻസൈമിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾക്ക് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ we can carry out it
only by the use of maltase. No other enzyme can do the same process. And maltase can do only the hydrolysis of maltose to glucose and no other biological reaction. Next one is highly active under optimum temperature and optimum pH. ഒരു എൻസൈമിൻ്റെ മാക്സിമം ആക്ടിവിറ്റി ലഭിക്കുന്നത് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ ഒപ്റ്റിമം പി എച്ചിലുമാണ്. ഈ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഏകദേശം നമ്മുടെ റൂം ടെമ്പറേച്ചറിന് ഈക്വൽ ആണ്. ദ ഹയസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം ഈസ് സീൻ at around 37 degrees Celsius or 310 Kelvin. അതേപോലെ തന്നെ highest activity of an enzyme is seen at a pH of around 7. So, enzymatic catalysis or enzymatic reaction is having highest activity at an optimum temperature and optimum pH. And next one is co-activators or coenzymes can increase the activity of the enzymes. Activators അല്ലെങ്കിൽ specific മെറ്റൽസിന് അതുപോലെ ആക്ടിവേറ്റേഴ്സിന് കോഎൻസൈംസിന് ഒക്കെ ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റിനെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഇൻഹിബിറ്റേഴ്സ് ഓർ പോയ്സൺസ് ക്യാൻ റിട്ടാർഡ് ദി ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം. Next one is mechanism of enzyme catalysis. ഈ മെക്കാനിസത്തെ നമ്മൾ ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ എൻസൈം റിയാക്ട് ചെയ്യുന്ന റിയാക്റ്റന്റ്, അതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നു. ഈ സബ്സ്ട്രേറ്റിന്റെ ഉള്ളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും. ആ ബൈൻഡിങ് സൈറ്റിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആയിരിക്കും. ആ ബൈൻഡിങ് സൈറ്റിന് ഉള്ളിൽ കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ബൈൻഡിങ് സൈറ്റുമായിട്ട് എക്സാക്ട്ലി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഷേപ്പുള്ള എൻസൈമിന് മാത്രമേ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ ഒരു ലോക്ക് തുറക്കാൻ ഒരു പർട്ടിക്കുലർ കീക്കേ പറ്റുള്ളൂ. ഒരു കീ ഉപയോഗിച്ച് മാത്രമേ ലോക്കിനെ തുറക്കാൻ പറ്റുള്ളൂ. കാരണം ആ ലോക്കിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചറും കീയുടെ സ്ട്രക്ചറും സിമിലർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ലോക്കിനെ തുറക്കാനായിട്ട് നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ കീ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ. സബ്സ്ട്രേറ്റ് ഈസ് ഹാവിംഗ് specifically shaped binding sites and the enzymes which can exactly get accommodated into this site can only activate the reaction. So, the mechanism of enzyme catalysis is carried out in two steps. First one is binding of an enzyme to substrate to form an activated complex. Substrate le active site il enzyme bind ചെയ്ത് നമ്മൾക്കൊരു intermediate complex അല്ലെങ്കിൽ activated complex or enzyme substrate complex കിട്ടും. അവിടെ ഇരുന്നിട്ട് enzyme അതിന്റെ reactivity കാണിക്കും അല്ലെങ്കിൽ that will make the enzyme substrate complex to get converted to the product. So second step is decomposition of the activated complex to form the product. So രണ്ട് സ്റ്റെപ്പിലാണ് മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസ് നടക്കുന്നത്. എൻസൈം കാറ്റാലിസിസ് പ്രോസസ്സിനെ നമ്മൾ ലോക്ക് ആൻഡ് കീ മെക്കാനിസം വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ലോക്ക് തുറക്കാൻ ഒരു പർട്ടിക്കുലർ കീക്ക് മാത്രമേ പറ്റുള്ളൂ എന്നതുപോലെ തന്നെ സബ്സ്ട്രേറ്റിനെ ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റിനെ ആക്ടിവേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ എൻസൈമിന് മാത്രമേ സാധിക്കുള്ളൂ. അതിന് കാരണം സബ്സ്ട്രേറ്റിന്റെ ഉള്ളിൽ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള സൈറ്റ്സ് ഉണ്ട്. ആ പർട്ടിക്കുലർ സൈറ്റ്സിന് സിമിലർ ഷേപ്പുള്ള അല്ലെങ്കിൽ കൗണ്ടർ ഷേപ്പുള്ള എൻസൈംസിന് മാത്രമേ അതിൽ പോയി എക്സാക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എൻസൈംസ് ഈ സബ്സ്ട്രേറ്റിന്റെ ബൈൻഡിങ് സൈറ്റ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാക്കും. ദ ഇന്റർമീഡിയറ്റ് ഈസ് കോൾഡ് ആസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ആൻഡ് later this intermediate will get decomposed to form the product, and at the last of the reaction or at the end of the reaction enzyme will be regenerated as such.